പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ അടുത്തിടെ നിങ്ങളുമായി പങ്കിട്ട ഒരു സന്ദേശത്തോട് ഗീവർഗീസ് ഡാനിയേൽ എന്ന എരിവുള്ള വിശ്വാസിയുടെ പ്രതികരണത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കിടുവാൻ ഞാൻ ശ്രമിച്ചുകൊള്ളട്ടെ. ആദ്യമായി എനിക്ക് ഗീവർഗീസിനോടുള്ള കടമ അറിയിക്കാനുണ്ട്. കാരണം അദ്ദേഹം ഇപ്രകാരം പ്രതികരിച്ചത് കൊണ്ടാണ് ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് കൂടുതൽ വ്യക്തമായി ബോധമുണ്ടായത്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ജനിക്കുവാൻ കാരണം. അതുകൊണ്ട് നാം എല്ലാവരും ശ്രീ ഗീവർഗീസ് ഡാനിയേലിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയും അദ്ദേഹം എന്താണ് പ്രതികരണമായി പറയുന്നത്? കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ വേദോപദേശം നൽകണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ ഭോഷൻ പറയുന്നത് കേട്ട് നിങ്ങളാരും നിങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കരുത്. ഒരു അഭിഷിക്തനായിരുന്ന ഇദ്ദേഹം പ്രായാധിക്യത്താൽ സ്വബുദ്ധി നശിച്ച ആളാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ബഹുമാനപ്പെട്ട ഗീവർഗീസ് ഡാനിയേൽ അവറുകളോട് ചോദിച്ചാൽ അദ്ദേഹം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എനിക്കോ നിങ്ങൾക്കോ അറിയാൻ വയ്യാത്തത് അദ്ദേഹം വെളിപ്പെടുത്തി തരും. അങ്ങനെയുള്ള പ്രത്യേകമായ സർവീസ് ലഭിക്കാൻ നമ്മൾക്ക് അവസരവും അവകാശവും ഉള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ആസ്പദമാക്കി അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്ന ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്കായി വായിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പ്രായമാകുന്നതിന് മുൻപേ അവരുടെ മനസ്സിൽ മതപരമായ കാര്യങ്ങൾ കുത്തി നിറയ്ക്കരുത്. സ്വയമായി അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അനുവദിക്കണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവർ മാത്രമേ യഥാർത്ഥത്തിൽ വിശ്വാസികളായി തീരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഏതാണ്ട് കണ്ണാടിയിൽ കാണുന്നത് പോലെ, കടമൊഴിയായി കാണുന്നത് പോലെ വിശ്വാസ ജീവിതത്തിൽ അവിടെയുമല്ല ഇവിടെയുമല്ല. ചില താരിപ്പുകൾ മാത്രമാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ആകെപ്പാടെയുള്ള ഉള്ളടക്കം എന്ന വലിയ തെറ്റിദ്ധാരണയിൽ അവരുടെ ആത്മീയ സാധ്യതകളിൽ നിന്ന് പരിപൂർണമായി വഞ്ചിക്കപ്പെട്ട് കഴിയുന്നവരാണ്. ഈ ഒരവസ്ഥ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. ഇതുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ് എന്ന ആശയമാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ വീഡിയോയിൽ ഞാനിപ്പോൾ പറഞ്ഞതിനേക്കാൾ മൈൽഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് ഒരാശയം അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ താൻ വെച്ചു പുലർത്തുന്ന ചില താരിപ്പുകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ അതിനോടാരെങ്കിലും അല്പം ഒന്ന് വ്യത്യാസമായിട്ട് പറഞ്ഞാൽ കയറി ആക്രമിച്ച് കളയും എന്നുള്ള നമ്മുടെ ഈ മതപരമായ എരിവ്, അതിന് നല്ലൊരു ഉദാഹരണമായിട്ടാണ് നമുക്ക് പ്രിയങ്കരനായ ഈ ഗീവർഗീസ് ഡാനിയേൽ ഇപ്രകാരം ഒരവസരമുണ്ടാക്കിയത് എന്ന് നാം മനസ്സിലാക്കുക. ഇനിയും പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കുന്നു. ദയവായി ഒരു നിമിഷം നിങ്ങൾ ഒന്ന് മൗനമായി ചിന്തിച്ചു നോക്കൂ. ഏത് തരത്തിലുള്ള പരിശീലനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഭയിൽ നിന്നോ നമ്മളിൽ നിന്ന് പോലുമോ ലഭിക്കുന്നത്? തികച്ചും ബാലിശമായ പരിശീലനങ്ങൾ. തികച്ചും ആ വ്യക്തി, വളർന്നു വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ പ്രാപിപ്പാനുള്ള അതിനെ സഹായിക്കുന്ന എന്തെങ്കിലും പഠിപ്പീരുകൾ ആ കുഞ്ഞിന് ലഭിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. യേശുവിൻ്റെ മാതൃക എന്താണെന്നും യേശുവിൻ്റെ ആത്മീയ ദർശനം എന്താണെന്നും ഏതെങ്കിലും വിധത്തിൽ തിരിച്ചറിയുവാനുള്ള ഒരു പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം കൊടുക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്തീയ സമൂഹത്തിൽ ഇന്ന് യേശുവിൻ്റെ പഠിപ്പീരുകളെ പറ്റിയുള്ള അറിവ് ഇത്ര നന്നേ കുറഞ്ഞു പോയത്? നാം എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നവരാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സത്യക്രിസ്ത്യാനികളാകണമെന്ന് നാം ആഗ്രഹിക്കുന്നവരാണല്ലോ. അവർ യേശുവിനെ പോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണല്ലോ. അതല്ലയോ? അത് അപകടമാണ് അല്ലേ?
പിന്നെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് ആനുകൂല്യം സമർത്ഥമായി പ്രാപിപ്പാൻ കഴിവുള്ളവരായി തീരണമെന്നല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ പോലെ ആയിത്തീരണമെന്ന് താല്പര്യപ്പെട്ട് നാം അവരെ വളർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ നാം അവർക്ക് കൊടുക്കുന്ന പരിശീലനം എന്താണ് എന്ന സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പുനരവലോകനം ചെയ്യുവാനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നത് ആർക്കും നിരസിക്കാൻ കഴിയാത്ത, തർക്കിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിലൊക്കെ വളരെയധികം താല്പര്യപ്പെടുത്ത വ്യക്തിയാണ്. സൺഡേ സ്കൂളിൽ ഒരിക്കലും ഒരു പരീക്ഷയിലും ഒരു വാക്യ മത്സരത്തിൽ ഞാൻ ഒരിക്കൽ പോലും രണ്ടാമത് വന്നിട്ടില്ല. സൺഡേ സ്കൂൾ അധ്യാപകരുടെ കണ്ണിലുണ്ണിയായിരുന്നു ഞാൻ. എന്ന് മാത്രവുമല്ല, 16-ാമത്തെ വയസ്സിൽ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സൺഡേ സ്കൂളിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പരിശീലനമാണ് ലഭിക്കുന്നത്? വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ കർത്താവ് അപ്പച്ചൻ അടിക്കും, പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ കർത്താവ് അപ്പച്ചന് കെറു വരും. ഇതിനപ്പുറത്ത് എന്താണ് നാം പഠിപ്പിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളെ? സഭയ്ക്ക് ഗുണം വരുന്ന കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ വർധനവ് ആ കാലത്തും പിന്നെ അവർ വളർന്ന് മുതിർന്നു വരുമ്പോഴും പ്രാപിക്കേണ്ട ആത്മീയ വെളിച്ചം അവർക്ക് ലഭ്യമാകത്തക്കവണ്ണം നാം ഒന്നും പഠിപ്പിച്ചില്ല. നാം നൽകുന്ന മതപരമായ പരിശീലനം അത് ആത്മീയമായ കളരിയായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വാസ്തവത്തിൽ ഇന്ന് ക്രിസ്ത്യാനിയുടെ കണ്ണടഞ്ഞു പോകാൻ കാര്യം അവന് ചെറുപ്പത്തിലേ കിട്ടുന്ന ഈ പരിശീലനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ സഭയുടെ ഈ വേലിക്ക് അപ്പുറത്തൊരു ലോകമില്ല, അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവമില്ല. സഭയുടെ മണ്ടത്തരം മാത്രമാണ് ദൈവത്തിൻ്റെ ബുദ്ധി എന്ന് മാത്രം പഠിപ്പിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഈ വർഗീസ് ദാനിയേലിനെ പോലെ ആളുകൾക്ക് ഞാൻ പറയുന്ന ആശയങ്ങൾ ഒരിക്കലും മനസ്സിലാകുകയില്ല. മനസ്സിലായാൽ തന്നെ അവരത് സ്വീകരിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ആരുടെയും തൃപ്തി, ആരുടെയും കൈയടി വാങ്ങിക്കാനല്ല ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആശയം നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് ഒരിക്കലും ഇടവരികയില്ല, ധൈര്യമുണ്ടാകുകയില്ല. ഏതായാലും ഈ വർഗീസ് ദാനിയേൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ, എന്നാൽ അദ്ദേഹം പെടുത്തുന്നതിന് മുൻപേ എൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്ന വാക്യങ്ങൾ ഞാൻ നമ്മുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഒന്ന് വായിക്കുകയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞതിനെ 100% ഖണ്ഡിക്കത്തക്കവണ്ണമാണിത് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും സത്യസന്ധതയും എനിക്കുണ്ടാകണം. ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. 7-ാം വാക്യം: നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ നിൻ്റെ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ സഹോദരനായ വർഗീസ് ദാനിയേലോട് എനിക്ക് ചോദിക്കാറുള്ളത്, നമ്മൾ ക്രിസ്ത്യാനികളാണല്ലോ, യഹൂദന്മാരല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത്, ഇന്ന് മുതൽ യേശു നമ്മോട് കൽപ്പിച്ചിരുന്ന എല്ലാ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിലിരിക്കണം. അങ്ങനെ ഒരു അനുഭവത്തിലാണോ വർഗീസ് ദാനിയേലും ഞാനും? ആണോ? അല്ല, ഒരിക്കലുമല്ല. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ വസിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്നുദ്ഭവിക്കുന്ന മത അസുരക്ഷിതാവസ്ഥ കൊണ്ട് വേറിട്ടൊരു അഭിപ്രായം കണ്ടാൽ ഉടനെ അങ്ങനെ പറയുന്നയാളിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ആദ്യമായി തന്നെ നാം തിരിച്ചറിയേണ്ട കാര്യം, യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലില്ല. രണ്ടാമത്, ഉള്ളിലുള്ളതിൻ്റെ തന്നെ പൊരുൾ നമുക്കറിഞ്ഞുകൂടാ. എന്ന് മാത്രവുമല്ല, ഇതുവരെ നമ്മെ പഠിപ്പിച്ച ഒട്ടുമുക്കാലും ആ പൊരുളിനെ മറച്ചു വെക്കത്തക്കവണ്ണമുള്ള ചില താല്പര്യങ്ങളെ സംരക്ഷിക്കത്തക്കവണ്ണം വളച്ച് ഒടിച്ചു വച്ചിരിക്കുന്ന ചില മണ്ടനാശയങ്ങൾ മാത്രമാണ് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം.
എന്നെ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉള്ള കാര്യം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ യേശുവിൻ്റെ ആദർശങ്ങൾ, ആശയങ്ങൾ, പഠിപ്പീരുകൾ അവ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തിരുന്നുവെങ്കിൽ, അത് നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അതിനനുസരിച്ച് നാം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥ പോലെ ആകുമായിരുന്നില്ല. അങ്ങനെയല്ല എന്ന് ആർക്കെങ്കിലും വാദിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഈ പ്രഗത്ഭനായ ഗീവർഗീസ് ദാനിയേലിന് കഴിയുമോ എന്നെനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. മുൻപോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളെ അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി അതിൻ്റെ ആത്മീയ സമ്പുഷ്ടിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുക? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏത് മെത്രാനേക്കാളും ഏത് പുരോഹിതനേക്കാളും യുവതീ-യുവാക്കന്മാരെ അറിയുന്ന വ്യക്തിയാണ് ഞാൻ. അരനൂറ്റാണ്ട് ഞാൻ യുവതീ-യുവാക്കന്മാർക്ക് മാത്രം ശുശ്രൂഷ സേവനം ചെയ്ത ആളാണ്. ഞാൻ സാധാരണ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചവനല്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ അടുത്തറിഞ്ഞവരും അവരുടെ ആത്മീയമായ വളർച്ചയിൽ സക്രിയമായ പങ്ക് വഹിച്ചവനുമാണ്. ഞാൻ എൻ്റെ കുട്ടികളെ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരുടെ ആത്മീയമായ രൂപീകരണത്തിനാണ്. അതുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും അവസ്ഥ സൂക്ഷ്മമായി എനിക്കറിയാമായിരുന്നു. അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. അവർക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനത്തിൻ്റെ ആ പോരായ്മ എത്ര ഭീകരമാണ് എന്ന് ഇങ്ങനെയുള്ള മതവീരന്മാർ തിരിച്ചറിയുന്നില്ല. അവർ ചില പാരമ്പര്യങ്ങളുടെ സംരക്ഷകരായി, അംഗസേവകരായി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യുവതീ-യുവാക്കന്മാർക്ക് വേണ്ടതുപോലെ ആത്മീയമായ ബോധവൽക്കരണം ഉണ്ടാകാത്തത്? അവരുടെ മുൻപിലുള്ള അവരുടെ സീനിയറായിട്ടുള്ള തലമുറ അവരെ വേണ്ടതുപോലെ ആത്മീയമായ കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടാണ്. ഞാനിപ്പോഴും നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് സഭയിൽ ഉൾപ്പെട്ടവരുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും സഭയിൽ ഇന്ന് ഒരു നല്ല യൂത്ത് മിനിസ്ട്രി ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കത്തോലിക്ക സഭ ആയിക്കൊള്ളട്ടെ, പെന്തക്കോസ്തുകാരായിക്കൊള്ളട്ടെ, യാക്കോബ, ഓർത്തഡോക്സ്, CSI, മർത്തോമ, മറ്റും ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് യുവതീ-യുവാക്കന്മാരെയാണ്. അതെന്തുകൊണ്ടാണ്? അവരോട് അർത്ഥവത്തായി സുവിശേഷം അറിയിക്കുവാൻ പ്രാപ്തിയുള്ള മെത്രാന്മാരും പുരോഹിതന്മാരും ഇല്ല തന്നെ. മാതാപിതാക്കന്മാരുടെ കാര്യം പിന്നാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും സത്യസന്ധമായിട്ട് എന്നോട് പറയാമോ, നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് ആത്മീയമായ എന്തെങ്കിലും പഠിക്കുവാൻ മെനക്കെടുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ പ്രത്യേകിച്ച് ഈ ഗീവർഗീസ് ദാനിയേലിനോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗീവർഗീസ് ദാനിയേൽ സാറേ, നിങ്ങൾക്ക് മക്കളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അവരാരെങ്കിലും നിങ്ങളിൽ നിന്ന് ആത്മീയമായ എന്തെങ്കിലും ഉപദേശം സ്വീകരിച്ച ചരിത്രം, ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? പിന്നെ എന്താണ് ഈ ജൽപ്പിക്കുന്നത്? അതെന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മറുതലിച്ചു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ മർമ്മം ഞാൻ പറഞ്ഞു തരാം. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ യുക്തിക്ക് നിരക്കാത്ത ചില പൊട്ടത്തരങ്ങൾ ദൈവം യേശു എന്ന് മേമ്പടി ചേർത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അവർ പഠിച്ചു, കുറച്ചൊക്കെ ബോധമുണ്ടായി, അറിവുണ്ടായി, അവർ ലോകത്തോട് ബന്ധപ്പെടുന്നു, മറ്റുള്ളവരുമായി സമ്പാദിക്കുന്നു. അതിൽ കൂടെ അവർ മനസ്സിലാക്കുന്നു എനിക്ക് പറഞ്ഞു തന്നത് മുഴുവനും പൊട്ടത്തരമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. പറഞ്ഞത് പൊട്ടത്തരം തന്നെയാണ്, അവരെ പഠിപ്പിച്ചത് പൊട്ടത്തരം തന്നെയാണ്. യേശുവിൻ്റെ അതിഗാംഭീര്യമായ ആശയങ്ങളെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ, അതുകൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനോ ഉള്ള പ്രാഗൽഭ്യമാരും പ്രാപിച്ചില്ല. അതാണ് സത്യം. ഇത് യുവതീ-യുവാക്കന്മാർ തിരിച്ചറിയുന്നു. അവർ മറുതലിക്കുന്നു, അവരവിടെ പാട്ടിന് പോകുന്നു. അവരാരും ഇങ്ങനെ നെറ്റിപ്പട്ടത്തിൽ ഒട്ടിച്ചു തരണമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കത്തൊന്നുമില്ല. ഈ പറയുന്നത് പോലെ
എന്താണ് എന്താണ് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു, മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഭവനത്തിൽ, ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഭവനത്തിൽ, ഒരു ബിഷപ്പിൻ്റെ ഭവനത്തിൽ, ഒരു പുരോഹിതൻ്റെ ഭവനത്തിൽ വചനസംബന്ധമായ ഒരു ഡിസ്കഷൻ നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താണ് ഈ പറയുന്നത്? എന്താണ് നാം ഈ പറയുന്നത്? നാം ഇങ്ങനെ ചില വാക്യങ്ങൾ ഉദ്ധരിക്കുന്നു, അർത്ഥമറിയാതെ ജൽപ്പിക്കുന്നു. എന്നാൽ ഇങ്ങനെ വേണ്ടതാണ് സത്യമായും. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, മാതാപിതാക്കന്മാർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്താണ്? ആത്മീയ പ്രബുദ്ധതയുള്ളൊരു ഗാർഹിക സംസ്കാരം സൃഷ്ടിക്കുക. ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ എ ഡൊമസ്റ്റിക് കൾച്ചർ വിച്ച് ഈസ് സ്പിരിച്വലി എൻലൈറ്റൻഡ്. അതിനപ്പുറത്ത് വലിയൊരു സേവനം മാതാപിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിന് പ്രാഗൽഭ്യമുള്ള മാതാപിതാക്കന്മാരെവിടെയുണ്ട്? അതിന് ധൈര്യമുള്ള മാതാപിതാക്കന്മാരെവിടെയുണ്ട്? എൻ്റെ വാ തുറന്ന് എൻ്റെ മകളോടോ 10, 12, 13 വയസ്സുള്ള എൻ്റെ മകനോടോ മകളോടോ ഞാൻ ആത്മീയമായൊരു കാര്യം പറഞ്ഞാൽ അവർ 10 സെക്കൻഡ് എന്നെ കേട്ടിരിക്കും എന്ന് ആത്മധൈര്യമുള്ള ഒരൊറ്റ അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ ദയവായി 26 MG നഗർ വഴയില്ല പേരൂർക്കടയിൽ വരിക. ഞാൻ അവർക്ക് നല്ലൊരു പാരിതോഷികം കൊടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ 43 വർഷം അധ്യാപകനായി ജോലി ചെയ്തു. 9 വർഷം ഞാൻ പ്രിൻസിപ്പലായി ജോലി ചെയ്തു. ഈ കാലം അത്രയും എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കരഞ്ഞപേക്ഷിച്ച എത്രയോ മാതാപിതാക്കന്മാർ ഉണ്ട്. അതിലെത്ര പേര് ക്രിസ്ത്യാനികളായിരുന്നു? അവരെന്താണ് എന്നോട് പറയുന്നത്? ഞങ്ങളുടെ മക്കൾ കോളേജിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അവരോടൊരു വാക്ക് പറയാൻ, അവരിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ ഞങ്ങൾ കൊതിച്ചിരിക്കും. പക്ഷേ ഞങ്ങളെ കാണുമ്പോൾ അവർ മുഖം തിരിഞ്ഞ് നടന്ന് കളയും. കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺമക്കളോട് ഞാൻ ഉപദേശിക്കണമെന്ന് എൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് അഭ്യർത്ഥിച്ച മാതാപിതാക്കന്മാർ എത്ര പേരാണ്? അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളവിടെ അപ്പനല്ലേ അമ്മയല്ലേ മകളോട് പറഞ്ഞുകൂടെ? ഞങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. ഒരക്ഷരം പറഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ്. സാറ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും എന്നാണ്. ആ യാഥാർത്ഥ്യം ഇദ്ദേഹത്തിന് അറിയാൻ വയ്യ എന്നാണോ ഞാൻ വിചാരിക്കേണ്ടത്? ആ യാഥാർത്ഥ്യം നിങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാണോ ഞാൻ വിചാരിക്കേണ്ടത്? നാം എന്തുകൊണ്ടാണ് സത്യത്തെ നിരാകരിച്ച് ഇങ്ങനെ അസത്യത്തെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്? ഇതുകൊണ്ട് എന്ത് നേടാനാണ്? പക്ഷേ ഈ ഒരവസ്ഥ എങ്ങനെ വന്ന് നമ്മുടെ തലയിൽ ഇടുത്തി പോലെ വീണുവെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മറുതലിക്കുന്നത്? എന്തുകൊണ്ടാണ് 11, 12, 13 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ മേൽ നമുക്ക് യാതൊരു അധികാരവും നിയന്ത്രണവും ഇല്ലാതെ പോകുന്നത്? ഈ പൊട്ടത്തരം അള്ളിപ്പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത്? ഞാൻ പറഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ആത്മീയവും ബൗദ്ധികവുമായ സത്യസന്ധത പാലിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് സംഭവിക്കണമെങ്കിൽ എന്താണ്? ഇപ്പോൾ ഞാൻ സംസ്കാരം പഠിച്ചയാളാണ്. എന്ന് പറഞ്ഞാൽ കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയും. ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരം എന്താണ്, പൗരസ്ത്യ സംസ്കാരം എന്താണെന്നൊക്കെ എനിക്കറിയാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ്റ്റേൺ കൾച്ചേഴ്സ് ആൻഡ് വെസ്റ്റേൺ കൾച്ചേഴ്സ് എനിക്കറിയാം. ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങളോട് പറയാം. ഈസ്റ്റേൺ കൾച്ചർ ഈസ് ഫാർ മോർ ഹിപ്പോക്രിറ്റിക്കൽ ദാൻ വെസ്റ്റേൺ കൾച്ചർ. അവിടെ ആളുകൾ ഉള്ള കാര്യം അങ്ങ് പറയും. അപ്പനോടും അമ്മയോടും മക്കൾ മുഖത്തടിക്കുന്ന പോലെ വർത്തമാനം പറയും. എൻ്റെ കാര്യത്തിൽ താൻ ഇടപെടണ്ട എന്ന് പറയും. എന്നാൽ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് നമുക്ക് പള്ളിയോട് വലിയ ബഹുമാനം, അവിടെ നടക്കുന്ന കാര്യത്തെപ്പറ്റി വലിയ സന്തോഷം ഉണ്ടായിട്ടല്ല. അപ്പനോടും അമ്മയോടും മറുതലിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പോയി, ആചാരത്തിൽപ്പെട്ട് ഒഴുകിപ്പോയി. നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല, ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് 30 വർഷം പള്ളിയിൽ പോയതുകൊണ്ടും നമ്മുടെ ഉള്ളിലൊന്നും പതിച്ചിട്ടില്ല. എണ്ണയില്ലാത്ത വിളക്ക് പോലെ നമ്മളിങ്ങനെ ശോഭിച്ച് നിന്നു എന്നല്ലാതെ നമ്മുടെ ഉള്ളിൽ ഇതിനെപ്പറ്റി യാതൊരു ആത്മാർത്ഥതയും എരിവും സത്യസന്ധതയും ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പാശ്ചാത്യ സംസ്കാരത്തിൽ ഒരു കുഞ്ഞ് അങ്ങനെ നിൽക്കുകയില്ല. അവൾ പറയും, അവന് പറയും പോയി പണി നോക്കാൻ പറയും. ഞങ്ങളുടെ ഇഷ്ടമുള്ള. ഇപ്പോൾ എനിക്ക് ഞായറാഴ്ച, ഞാനിപ്പോൾ ഒരു പാശ്ചാത്യ സംസ്കാരത്തിലെ ഒരു യുവാവാണ്. എനിക്ക് രാവിലെ റോക്ക് മ്യൂസിക്കാണ് കാണേണ്ടത്, എനിക്ക് കമ്മ്യൂണലല്ല കാണേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ പറയും. പക്ഷേ പാശ്ചാത്യ സംസ്കാരം ഇപ്പോൾ നമ്മുടെ നാടുകളിലും വേര് ഉറയ്ക്കുന്നത് കൊണ്ട് ഇനിയുമുള്ള കാലങ്ങളിൽ ഈ പണ്ടത്തെ പോലെയുള്ള ഹിപ്പോക്രസി നടക്കത്തില്ല. ഇതൊക്കെ മുന്നമേ കണ്ടുകൊണ്ടാണ്
അടിസ്ഥാനപരമായ ചില തിരുത്തലുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നത്. പാശ്ചാത്യ സംസ്കാരത്തിൽ അവഗണിക്കപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും ആ ഘടകങ്ങളെ അവഗണിച്ചുകൊണ്ട് നാമം മുൻപോട്ട് പോയാൽ അതേ അവസ്ഥ വരുമെന്ന്, അതായത് നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ നമുക്കുണ്ടാകേണ്ട മിനിമമായിട്ടുള്ള അധികാരവും കൺട്രോളും പൂർണ്ണമായി നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക. ഇത് യേശുവിന് അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ? ഉദാഹരണമായിട്ട് നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ. അപ്പൻ നല്ലവനായിരുന്നില്ലേ? നല്ല ഉപദേശം കൊടുത്തില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഇളയ മകൻ നഷ്ടപ്പെട്ടു പോയത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നഷ്ടപ്പെട്ടു പോകുവാനുള്ള അവകാശവും തൻ്റെ മക്കൾക്ക് കൊടുക്കുവാനുള്ള വിശാലതയുള്ള പിതാവായിരുന്നു അത്. അതുകൊണ്ട് മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നത്. നിങ്ങൾക്കറിയാമോ ഞാൻ പറയുന്ന ആശയത്തിൻ്റെ ഗാംഭീര്യം? നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഞാൻ ആവർത്തിക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോകുവാനുള്ള സ്വാതന്ത്ര്യം പോലും തൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു പിതാവുണ്ടായതുകൊണ്ട് മാത്രമാണ് നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വന്നത്. അല്ലെങ്കിൽ അവൻ ദൂരദേശ പന്നികളുടെ മധ്യത്തിലിരുന്ന് വാളവയറുകൊണ്ട് വയറ് നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ വീട്ടിൽ എനിക്കെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നൊരു പിതാവുണ്ട്, ഞാൻ എങ്ങനെ മടങ്ങിപ്പോകും? അതിനേക്കാൾ നല്ലതാണ് ഇവിടെ ചത്തു വീഴുന്നത് എന്ന് പറഞ്ഞ് അവനവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സത്യമായി പറഞ്ഞാൽ നമ്മൾ ആരും എന്താണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി യേശുവിൻ്റെ അനുയായികളാകാത്തത്? നമുക്ക് ലഭിച്ച പരിശീലനം മുഴുവനും അനുസരണയുള്ള അച്ചടക്കമുള്ള ഒരു സഭ കുഞ്ഞാടാകണം എന്നത് മാത്രമാണ്. നമ്മളെ ആരും നാളിതുവരെ യേശുവിൻ്റെ അനുയായികളാകണമെന്ന് പഠിപ്പിച്ചില്ല. ക്രിസ്ത്യാനി ആരാണ്? ഇന്ന സഭയിൽപ്പെട്ടയാളാണ്. ആ സഭയ്ക്ക് യേശുവായുള്ള ബന്ധമാണ് ആർക്കും അറിഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ എന്തെങ്കിലും സത്യം പറയുമ്പോൾ ഉടനെ അതും ഇതും പറഞ്ഞ് ആ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് വരും. അത് അടിമത്തത്തെ, ആധ്യാത്മികവും ബൗദ്ധികവുമായ അടിമത്തത്തെ സൂചിപ്പിക്കുന്നു. അടിമകൾക്ക് അവരുടെ വിലങ്ങിനോടും പ്രേമമുണ്ടാകും. അത് ചരിത്രം തെളിയിച്ച സത്യമാണ്. അമേരിക്കയിൽ അടിമത്തമുണ്ടായിരുന്ന കാലത്ത് അടിമകൾക്ക് ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലകളുണ്ടായിരുന്നു. ആ ചങ്ങല തേയുമ്പോൾ അടിമ ചെന്ന് യജമാനോട് പറയും, യജമാനെ എൻ്റെ ചങ്ങല പൊട്ടാറായി, ഒരു പുതിയ ചങ്ങല എനിക്ക് വാങ്ങിച്ചു തരാൻ കനിവുണ്ടാകണമേ. അതൊരു വലിയ അഭിമാനമാണ്. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരിക്കലും ലഭിക്കാതിരുന്ന ഒരനുഭൂതി ഉണ്ടാകണം. എന്താണ്? അവർ വ്യക്തിപരമായ യേശുവിനെ കണ്ടെത്തി എന്നൊരനുഭൂതി ഉണ്ടാകും. നമ്മളാരും വ്യക്തിപരമായ യേശുവിനെ കണ്ടെത്തിയവരല്ല. നമ്മളെല്ലാവരും ജനിച്ചത് കൊണ്ട് ചില സഭയിൽപ്പെട്ടു, സഭയെ മാത്രം കണ്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ കണ്ണടഞ്ഞു പോയത്. ആ ശാപം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ആശയം പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ആജീവനാന്തം ചിന്തിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കിയ ഒരു സത്യം ആസ്പദമാക്കിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്താണ് ആ സത്യം? വിളിച്ചു പറഞ്ഞത് ഞാനല്ല, ഗലീലിയോ ഗാലലി എന്ന് പറയുന്ന വളരെ തലയെടുപ്പുള്ളൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? നിങ്ങൾ സ്വയമേ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതല്ലാതെ ഒന്നും നിങ്ങളുടെ അറിവോ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വസ്തുതയോ ആകയില്ല. യു വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ ഓൺലി ദാറ്റ് വിച്ച് യു പേഴ്സണലി ഡിസ്കവർ. മറ്റൊരുപരുടെയും അഭിപ്രായം കേട്ടു, അനുഭവം കേട്ടു, അതുകൊണ്ടൊന്നും നിങ്ങളുടെ ഉള്ളിലൊന്നും ഉണ്ടാകുകയില്ല. അത് കേട്ടൊരു ചെവിയിൽ കൂടെ കയറി മറ്റേ ചെവിയിൽ കൂടെ ഇറങ്ങിപ്പോകും. നിങ്ങളൊരു 10,000 സാക്ഷ്യങ്ങൾ കേട്ടാലും
ആ സാക്ഷ്യം പറയുന്നവർ കത്തിജ്വലിച്ച് സാക്ഷ്യം പറഞ്ഞാലും, അത് കേട്ട ആ സമയത്ത് നിങ്ങളുടെ ഉള്ളൊന്ന് ഇളകിയെന്ന് തോന്നിയാലും, അത് 5 മിനിറ്റ് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നത്, സ്ഥിതി ചെയ്യാൻ സാധ്യതയുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കാര്യം മാത്രമാണ്. ഇപ്പോൾ കന്യാമറിയാമിനെ പറ്റി പറയുന്നത്, അവൾ ദൂതനിൽ നിന്ന് കേട്ടത് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. കാരണം എന്താണ്? അതവളുടെ അനുഭവമായതുകൊണ്ടാണ്. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിങ്ങനെ ദൂതൻ എന്നോട് പറഞ്ഞു നിനക്കിങ്ങനൊരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കന്യാമറിയാമിൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രസക്തിയും പ്രസരിപ്പും ഉണ്ടാകുകയില്ല. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും. ഇനിയും ഈ ഒരു ആശയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദയവായി ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ആശയത്തെ ചെറുക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഈ ഗീവർഗീസ് ഡാനിയേൽ എന്ന് പറയുന്ന മാന്യ അദ്ദേഹത്തിന് പഴയ നിയമത്തിലേക്ക് പോകേണ്ടി വന്നത്? എന്നാൽ പുതിയ നിയമത്തിൽ നിന്ന് വല്ല ഉദ്ധരിച്ചുകൂടെ? എൻ്റെ കാര്യം, പഴയ നിയമത്തിലെ മതപരമായ കാഴ്ചപ്പാട് എല്ലാറ്റിനെയും അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ നിലനിർത്തുന്നതിൽ ഏറ്റവും അധികം പ്രാഗൽഭ്യം പ്രാപിച്ചവരാണ് പരീശന്മാരും ശാസ്ത്രിമാരും, പ്രത്യേകിച്ച് പരീശന്മാർ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ്. എന്താണ്? പരീശന്മാർ യേശുവിനെ എതിർത്തപ്പോൾ അവരോട് യേശു പറഞ്ഞത്, ഞാൻ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ വന്നത്. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ആകെപ്പാടെയുള്ള ഒരു ലക്ഷ്യം പരമ്പരാഗതമായി കിട്ടിയതിനെ അതുപോലെ മ്യൂസിയത്തിൽ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് പോലെ കാത്തു സൂക്ഷിക്കുക, അതാണ്. പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ല. എൻ്റെ ലക്ഷ്യം എല്ലാറ്റിനെയും ഫുൾഫില്ല് ചെയ്യുക, നിവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം ഞാൻ പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ വെളിപ്പെട്ടു വന്ന ഈ മഹനീയ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും സമീപനം വെച്ച് നോക്കിയാൽ, അദ്ദേഹം ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പഴയ നിയമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന, അദ്ദേഹം പുതിയ നിയമത്തിലോട്ട് കാല് കുത്തുന്നില്ല, പഴയ നിയമത്തിലോട്ടങ്ങ് ചാഞ്ഞ് നിൽക്കുകയാണ്. ലൈക്ക് ദ ലീനിങ് ടവർ ഓഫ് പീസ. എല്ലാം അതുപോലെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ. എന്നാൽ പിന്നെ യേശു വരണ്ടായിരുന്നല്ലോ. പഴയ നിയമത്തിൽ നിന്ന് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഒരു പുതിയ ലോകത്തിലേക്കാണ്, പുതിയ പ്രപഞ്ചത്തിലേക്കാണ്, ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? എനിക്കങ്ങനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ. പഴയ നിയമത്തിലുണ്ടായിരുന്ന പ്രമാദമായ തെറ്റുകൾ യേശു തിരുത്തുകയാണ്. ഒരു പുതിയ വിപ്ലവാത്മകമായ ആത്മീയ ചുവട് മനുഷ്യരാശിക്ക് ആകമാനം സന്തോഷവും വിമോചനവും വിടുതലും ഉണ്ടാകേണ്ടതിന് വേണ്ടി മുൻപോട്ട് വയ്ക്കുകയാണ്. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ പറഞ്ഞത് മാത്രം. അത് പിന്നെ കൽപ്പന. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ഏത് മതത്തിലും പുരോഹിതന്മാർ അവർക്ക് സൗകര്യമുള്ള കാര്യം പറയുമ്പോൾ അത് ദൈവം പറഞ്ഞൊന്ന് പച്ചക്കള്ളം പറഞ്ഞ് അവതരിപ്പിക്കത്തുള്ളൂ. കാരണം അവർക്ക് അവരുടെ അധികാരത്തിലൊന്നും പറഞ്ഞ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. ദൈവം പറഞ്ഞു എന്ന് പച്ചക്കള്ളം പറയും. എന്നാൽ ദൈവത്തിന് നമ്മുടെ സ്നേഹമുള്ള പിതാവാകയാൽ നാം ഓരോരുത്തരും വളരണമെന്നും അർത്ഥപുഷ്ടിയുള്ള ജീവിതം നാം നയിക്കണമെന്നാണ് താല്പര്യം. നാം മതപരമായ അടിമകളാകണമെന്ന് താല്പര്യപ്പെടുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യേശു അങ്ങനെ ഒരു ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിപ്പീൻ. പരിശുദ്ധാത്മാവിൻ്റെ തന്നെ ശുശ്രൂഷയെപ്പറ്റി പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അങ്ങനെ ഒരു സാധ്യത കണ്ടാൽ നമ്മുടെ സ്നേഹമേറിയ ഗീവർഗീസ് ദാനിയേലിനെ പോലെയുള്ള ആളുകൾ ബോധം കെട്ടുപോകും. പരിശുദ്ധാത്മാവ് വന്ന് സകല സത്യത്തിലേക്കും വഴി നടത്തിയാൽ ജ്വരം പിടിച്ച് ഭ്രാന്ത് പിടിച്ച് മരിച്ചു പോകും ചില ആളുകൾ. ഇതാണ് എൻ്റെ സങ്കടം. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ചാനലിൽ കൂടെ എങ്കിലും ചില സത്യങ്ങൾ നിങ്ങളിലേക്ക് പകരുവാൻ കടമയുണ്ട് എന്നും അത് നിർവഹിപ്പാൻ അതിൽ അമാന്തം കാണിക്കരുത് എന്നുള്ള നിർബന്ധം എന്നെ അനുദിനം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ രാവിലെ 4 മണി ആയിട്ടേ ഉള്ളൂ. ഞാൻ 2 മണിക്ക് എഴുന്നേറ്റതാണ്. ഇത് സംബന്ധമായ വായനകളും ചിന്തകളും ധ്യാനങ്ങളും പ്രാർത്ഥനകളും, ഇതാണ് എൻ്റെ ആരാധന. സത്യത്തെ സാക്ഷീകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ആരാധന. പക്ഷേ ആ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിന് വേണ്ടി സഭയുടെ ഇടുങ്ങിയ ചട്ടക്കൂടിൽ നിന്ന് എനിക്ക് വെളിയിൽ വരേണ്ടി വന്നു. അതാണ് എൻ്റെ സത്യം. സത്യം ദൈവം അറിയുന്നു. സത്യം പറയാൻ സഭയുടെ
ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരേണ്ട ഗതികേടാണ് എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ ധൈര്യമുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക. അല്ലെങ്കിൽ രാത്രി വരുന്നത് വരെ, കണ്ണടയുന്നത് വരെ അടിമകളായി കഴിയാം. അതിന് ഉപോത്ബലകമായി ചില വാക്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കോർത്തിണക്കി ഒരു പൂമാല ഉണ്ടാക്കാം. അത് കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ കൊണ്ടു നടക്കാം. എന്നല്ലാതെ ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം വരുന്ന ഒരു കച്ചിത്തുരുമ്പ് പോലും പ്രാപിപ്പാൻ നിങ്ങൾക്കിടയാകുകയില്ല. ഞാൻ ഒരു കൂട്ടരെയും പ്രത്യേകമായിട്ട് വിമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാലും ഞാൻ പറയട്ടെ. എനിക്ക് പെന്തക്കോസ്തുകാരെ പരിചയമുണ്ട്. അവരെക്കാൾ വചനം പച്ചവെള്ളം പോലെ അരച്ചു കുടിച്ച് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആരുമില്ല. പക്ഷേ അവരെക്കാൾ യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത ആരുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 2 വാചകം അടിച്ചത് കൊണ്ടോ 3 വാക്യങ്ങൾ ഉദ്ധരിച്ചത് കൊണ്ടോ ഒരാശയത്തെ അനുഭവത്തോടും ചരിത്രത്തോടും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോടും അടുത്ത് നിൽക്കുന്ന ഒരാശയത്തെ ഒരു വാക്യം ഉദ്ധരിച്ചു, 10 വാക്യം ഉദ്ധരിച്ചു എന്നതുകൊണ്ട് നിഷ്പ്രഭമാക്കുവാൻ സാധ്യമല്ല. ഇത് ദയവായി തിരിച്ചറിയുക. എനിക്ക് നൽകപ്പെട്ട നിയോഗം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കെന്നെ അപലപിക്കാം, ഏതു വിധത്തിലും വക്രീകരിക്കാം, എൻ്റെ ആശയങ്ങൾക്കെതിരെ നിങ്ങൾക്ക് തീതുപ്പാം. പക്ഷേ സത്യം നിലനിൽക്കും. സത്യമേവ ജയതേ നാനൃതം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ആ ഒറ്റ പിൻബലത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷ നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ യേശുവിനോട് മാത്രം കടപ്പെട്ടിരിക്കുന്നു. ഈ വഴിയിൽ ഞാൻ ഏകനായി സഞ്ചരിക്കേണ്ടി വന്നാൽ അന്ത്യശ്വാസം വരെ ഞാൻ സഞ്ചരിച്ചിരിക്കും. ആരുടെയും കൈയടി വാങ്ങിക്കാനോ സപ്പോർട്ട് ശേഖരിക്കുവാനോ അല്ല ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ദൈവകൃപയാൽ എനിക്കതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ പ്രത്യേകതയുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം എന്നെ ഭൂമിയുടെ പരപ്പിലാക്കി വച്ചിരിക്കുന്നത്. ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിൻ്റെ പ്രത്യേകത എൻ്റെ വ്യക്തിത്വത്തിലുണ്ട് എന്ന് എൻ്റെ അഭിമാനമാണ്. അത് മറച്ചു വെക്കാൻ എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിർഭയമായി ചില സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് ലോകം തിരിച്ചറിയും. അപ്പോഴേക്കും ഞാനിവിടെ ഉണ്ടാകുകയില്ല. പക്ഷേ അതെന്നെ എന്തുകൊണ്ട് പരാതിപ്പെടുത്തണം അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തണം? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഓരോ യുഗത്തിനും ആവശ്യമായ വെളിപ്പെടുത്തലുകൾ എന്താണ് എന്ന് തീരുമാനിക്കേണ്ട വ്യക്തികളല്ല, സർവ്വലോകത്തെയും ചരിത്രത്തെ ആകമാനം നിയന്ത്രിക്കുന്ന ഒരഭൗമമായ ശക്തിയുണ്ട് എന്നും ആ ശക്തി കാലാകാലങ്ങളിൽ മനുഷ്യൻ്റെ ചരിത്ര പ്രയാണത്തിൽ ഇടപെട്ടിട്ട് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ആവശ്യമായ ആത്മീയമായ വെളിച്ചം പകർന്നു കൊടുക്കുമെന്നും ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നു. ആ ഒരു പ്രക്രിയയുടെ ഭാഗമായി ഒരു ദൗത്യബോധത്തോടെ ജീവിപ്പാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയോർത്ത് ഞാൻ സർവശക്തനായ ദൈവത്തിന് നിസ്തുല്യമായ സ്തുതി കരയറ്റുന്നു. ആ ഒരു അനുഭവം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാകുകയാണ്. അതിൻ്റെ പങ്കാളികളാകാൻ നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ വഴിയൊരുക്കിയ ഗീവർഗീസ് ദാനിയേൽ അവറുകളോടുള്ള എൻ്റെ സ്നേഹം, നന്ദി അറിയിച്ചുകൊള്ളു.